അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് അഖീദ വിഷയത്തിൽ നിന്നും നാളത്തെ പരീക്ഷയ്ക്കുള്ള കുറച്ച് മോഡൽ ചോദ്യങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നമ്മുടെ 4ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വിസുകൾ ചെയ്തിട്ടുണ്ട്. അത് ഇതുവരെ ലഭിക്കാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വെബ്സൈറ്റിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ എന്ത് ചെയ്യും, വെബ്സൈറ്റിലേക്ക് പോകും. അവിടുന്ന് 4ാം ക്ലാസ്സിൻ്റെ ഓരോ വിഷയത്തിൻ്റെ ക്വിസ് ചെയ്ത് നോക്കാവുന്നതാണ്. ആദ്യ പ്രവർത്തനം നോക്കാം. യോജിപ്പിക്കാം എന്നുള്ള പ്രവർത്തനമാണ്. ബ്രാക്കറ്റിൽ നിന്നും താഴേക്ക് എടുത്ത് യോജിപ്പിക്കുക. 1. അള്ളാഹുവിന് ഉണ്ടാവൽ അനിവാര്യമായത്. അള്ളാഹുവിനുണ്ടാവൽ അനിവാര്യമായത് ഇതിലേതാണ്? വാജിബായ സിഫത്ത്. അള്ളാഹുവിന് നിർബന്ധമായും ഉണ്ടാകേണ്ട സിഫത്താണ് വാജിബായ സിഫത്ത് കേട്ടോ. അപ്പോൾ താഴേക്ക് വരച്ചു കൊടുക്കുക. 2. ഫിഅ്ലു കുല്ലി മുംകിനിൻ ഔ തർക്കുഹു. ഫിഅ്ലു കുല്ലി മുംകിനിൻ ഔ തർക്കുഹു. ഉണ്ടാകാവുന്ന ഏത് കാര്യവും അള്ളാഹുവിന് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ആവാം. അപ്പോൾ അതിന് യോജിച്ച ഏതാണ്? അത് ജായിസായ സിഫത്താണ്. ഓക്കെ. 3. അന്ത്യം ഇല്ലാതിരിക്കൽ. അനുയോജിച്ചത് ബഖാ എന്നുള്ളതാണ്. 4. തുടക്കം ഇല്ലാതിരിക്കൽ. അതിന് യോജിച്ചതോ? മുകളിൽ കാണാം, ഖിദം. 5. മുസ്തഹിലായ സിഫത്തുകളുടെ എണ്ണം. എത്ര മുസ്തഹിലായ സിഫത്തുകളുണ്ട്? 20 തന്നെ. ജായിസായ സിഫത്തും 20, മുസ്തഹിലായ സിഫത്തും 20ആണ്. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. വേർതിരിക്കാം എന്നുള്ള പ്രവർത്തനമാണ്. മുകളിലെ ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് അള്ളാഹുവിന് വാജിബായ സിഫത്തുണ്ട്, മുസ്തഹിലായ സിഫത്തും കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് വാജിബായ സിഫത്തുകളും മുസ്തഹിലായ സിഫത്തുകൾക്കു നേരെ എന്ത് ചെയ്യുക, ബ്രാക്കറ്റിൽ നിന്ന് എടുത്തിട്ട് താഴേക്ക് എഴുതി കൊടുക്കുക. ഓരോന്ന് നമുക്ക് നോക്കാം. 1. ബക്കാം, സംസാരമില്ലായ്മ. അനുയോജിച്ച ഏതാണ്? മുസ്തഹിലായ സിഫത്താണ് അല്ലേ. സംസാരമില്ലായ്മ മുസ്തഹിലായ സിഫത്തിൽപ്പെട്ടതാണ്. 2. വുജൂദ്. വുജൂദെന്നെന്താ? ഉണ്ടാവൽ അല്ലേ. അത് അള്ളാഹുവിന് വാജിബായ സിഫത്താണ്. വാജിബായ സിഫത്തുക്ക് എഴുതി കൊടുക്കേണ്ട പ്രവർത്തനമാണ്. 3. ഹയാത്ത്, ജീവ് അല്ലേ. ജീവനുണ്ടാവുക. അപ്പോൾ ജീവ് ഏതാണ്? വാജിബായ സിഫത്തിൽപ്പെട്ടതാണ്. അടുത്തത് കൗനുഹു ആലിമൻ, അറിവുള്ളവനാവുക. കൗനുഹു ആലിമൻ, അറിവുള്ളവനാവുക. അത് വാജിബായ സിഫത്തിൽപ്പെട്ടതാണ്. കൗനുഹു അഅമ, കുരുടനാവുക, അതായത് കാഴ്ചയില്ലാത്തവനാവൽ. അത് മുസ്തഹിലായ സിഫത്താണ്. അള്ളാഹുവിനൊരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത സിഫത്താണ്. ഫനാ, നശിക്കുക. അതും മുസ്തഹിലായ സിഫത്തിൽ പെട്ടതാണ്. ഫനാ, നശിക്കുക. ഇനിയോ അന്യാശ്രയം. അള്ളാഹുവിന് ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അപ്പം അത് മുസ്തഹിലായ സിഫത്താണ്. അറിവ് എന്ന് പറയുന്നത് അള്ളാഹുവിന് ഉണ്ടാവേണ്ട സിഫത്തിൽപ്പെട്ടതാണ്. ഇൽമ് എന്ന് പറയും. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. ഉത്തരം എഴുതാം എന്നുള്ളതാണ്. സർവ്വലോകവും സൃഷ്ടിച്ചു പരിപാലിക്കുന്നവനും നിയന്ത്രിക്കുന്നവനും ആരാണ്? അള്ളാഹു അല്ലേ. 2. മുസ്തഹിലായ സിഫത്ത് എന്നാൽ എന്ത്? അള്ളാഹുവിന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത സിഫത്തിനാണെന്ന് പറയാം മുസ്തഹിലായ സിഫത്തുകളെന്ന് പറയാം. ഇനി 3. അള്ളാഹുവിൻ്റെ ജായിസായ സിഫത്ത് ഏത്? അള്ളാഹുവിന് ജായിസായ സിഫത്തുണ്ട്. അതേതാണ്? ഉണ്ടാകാവുന്ന ഏത് കാര്യവും അള്ളാഹുവിന് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ആവാം. ഫിഅ്ലു കുല്ലി മുംകിൻ ഔ തർക്കുഹു. ഇനി അടുത്ത പ്രവർത്തനം അർത്ഥം എഴുതാം. 1. വഹദാനിയത്ത്. വഹദാനിയത്ത് പറഞ്ഞാൽ ഏകത്വം, ഒരുവനാവൽ. ഏകത്വം അല്ലെങ്കിൽ ഒരുവനാവൽ എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ 2ാമത്തെ സിഫത്ത് ഖിയാമും ബിൻ നഫ്സ്.
നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റാണ്. അതായത് ഇപ്പോൾ പറഞ്ഞതല്ല, കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എഹ്തിയാജ്, അന്യാശ്രയം എന്ന്. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഖിയാമും ബിൻ നഫ്സ്, സ്വയം ആശ്രയിക്കേണ്ട ആവശ്യമില്ല എന്ന്. അന്യാശ്രയം അതിൻ്റെ ഓപ്പോസിറ്റാണ് സ്വയം കഴിവുള്ളവനാവുക. 3 മുത്തക്കല്ലിമൻ, സംസാരിക്കുന്നവനാവൽ, മുത്തക്കല്ലിം. അടുത്തത് കൗനുഹു ആജിസൻ, കഴിവില്ലാത്തവനാവൽ. ചിലപ്പോൾ ഇതിൻ്റെ വിപരീതമൊക്കെ ചോദിക്കട്ടോ, ഇതിൻ്റെ വിപരീതം എഴുതേണ്ടി വരും. 5 ബസറുൻ, കാഴ്ച, ബസറ് കാഴ്ച. ഇനി അടുത്ത പ്രവർത്തനം വേർതിരിക്കാനാണ്. വിപരീത പദം എടുത്തെഴുതാം. ഇതിന് എന്ത് ചെയ്യണം? യോജിച്ച വിപരീത പദം തന്നെ എഴുതിയെടുക്കണം. ഇങ്ങനെ പ്രവർത്തനം കിട്ടിയാൽ ആദ്യം അറിയുന്നത് എഴുതുക, അറിയാത്തത് ലാസ്റ്റിലേക്ക് മാറ്റി വെക്കുക കേട്ടോ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒന്നാമത്തത് ഖുദ്റത്ത്. അതെന്താണ് ഖുദ്റത്ത്? അതിൻ്റെ വിപരീതം കഴിവില്ലായ്മ. ഖുദ്റത്ത് പറഞ്ഞാൽ കഴിവുണ്ടാവുക എന്നതാണ്. അതുപോലെ രണ്ടാമത്തത് ആലിമുൻ, അറിവുള്ളവനാവുക. അതിൻ്റെ വിപരീതം അറിവില്ലാത്തവൻ. 3 കലാം, സംസാരിക്കുന്നവനാവുക. അതിൻ്റെ വിപരീതമാണ് സംസാരമില്ലായ്മ. 4 വഹദാനിയത്ത്, ഒരുവനാവുക. അതിൻ്റെ വിപരീതം ഒന്നിലധികമാവൽ. അവസാനത്തത് ഹയ്യുൻ, ജീവ്. അതിൻ്റെ വിപരീതം ജീവിച്ചിരിക്കാത്തവൻ. ഇതാണ്. ഇനി അടുത്ത പ്രവർത്തനം പൂർത്തിയാക്കാമെന്നുള്ളതാണ്. 1, അള്ളാഹു മാത്രമാണ് ആരാധനക്ക് ഡാഷ് അർഹൻ. അള്ളാഹു മാത്രമാണ് ആരാധനക്ക് അർഹൻ. 2, നമ്മുടെ കേൾവി അപൂർണവും ഡാഷ് അള്ളാഹു. അതിന് യോജിച്ചത് നമ്മുടെ കേൾവി അപൂർണവും അള്ളാഹു നൽകിയതുമാണ്. ഇനി അതിൻ്റെ വാക്യമാണ് വരുന്നത് അള്ളാഹുവിൻ്റേത് ഡാഷ് സ്വന്തമായി ഉള്ളതുമാണ്. അള്ളാഹുവിൻ്റേത് സമ്പൂർണവും സ്വന്തമായി ഉള്ളതുമാണ്. ഇനി 3, അള്ളാഹുവിന് ഡാഷ് സിഫത്ത് ഒന്ന് മാത്രമാണ്. അള്ളാഹുവിന് ജായിസായ സിഫത്ത് ഒന്ന് മാത്രമാണ്. അതാണ് പൂരിപ്പിക്കേണ്ടത്. 4, അള്ളാഹു മൗജൂദുൻ ഡാഷ് ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. ഫല്ലാഹു മൗജൂദുൻ ഖദീമും ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. അപ്പോൾ ഇതൊക്കെയാണ് പ്രവർത്തനങ്ങൾ. വീഡിയോ ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.